ഗൈസ് കുറേ പഠിക്കാനുണ്ടായിട്ട് ഞാൻ പുറത്ത് പോണ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മളിന്ന് നോമ്പിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ്. സോ വെൽക്കം ബാക്ക്. നോമ്പിൻ്റെ ഷോപ്പിങ്ങിന് പോകണം. അപ്പം നത്തിങ് മച്ച് നമ്മൾ ഇതിട്ട് കണ്ടു തരാം. ഓക്കെ, നമ്മൾ ഡ്രസ് ഇട്ടു ഗൈസ്. 2 സെല്ലറ്റ് മുടി വെച്ച് തരുമോ? ഇല്ല, പുതിയ ഷർട്ടിനറാണ് ഗൈസ്. സൺസ്ക്രീൻ ഇന്ത്യക്ക് ഫുൾ സൺസ്ക്രീൻ ഉണ്ട്. രാത്രി സൂര്യനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വേർക്കണ ഇങ്ങനെ രാത്രി പുറത്തുനിന്ന് കുറവ് ഭയങ്കര വേർക്ക. പഠിക്കാനുണ്ട്, നാളെ എന്തോ ടെസ്റ്റൊക്കെ ഉണ്ട്, മോഡലല്ലേ. അപ്പോൾ സുമാരും നോമ്പ് നമുക്കൊരു ഹരാണല്ലോ. എനിക്ക് നോമ്പ് തന്നു മാർക്ക്. ഈ ഡേറ്റ് കുറച്ച് തടി കൂടിയുണ്ട് ഗൈസ്. ബട്ട് കുറയുമായിരിക്കും. നമുക്ക് വലുതായിട്ടൊന്നും ഇടണ്ട. ഇതിപ്പോൾ ഞാൻ ഇടേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന പോലല്ലേ കാരണം നല്ല ഉണ്ടാവും. അങ്ങനെ കേസ് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചതായിരുന്നു. എൻ്റെ ഫേവറേറ്റ് വൺ ആയിട്ടുണ്ട് ഈ ഒരു ലിപ് ടിൻറ്റ്. അപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ കൂടുതൽ എൻ്റെ ഉമ്മാക്കാണ് ഇത് ചേരുന്നതും ആൻഡ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നതും എൻ്റെ ഉമ്മയാണ്. പിന്നെ അവിടെ ഒരു തൂങ്ങിയെടുക്കുന്ന ആ പേപ്പർ നിങ്ങൾ കാണണ്ട. ആ പേപ്പറാണ് എൻ്റെ ചങ്ങാഴ്ചയാൾ എനിക്ക് ഉണ്ടാക്കി തന്ന പേപ്പറാണ് കേട്ടോ. സ്റ്റഡി പ്ലാന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചലഞ്ച് പോലെ തന്നതാണ്. എനിക്ക് അതൊക്കെ ഉണ്ടാവോ എന്തോ. അപ്പോൾ പിന്നെ ബാക്കി ലിപ്സ്റ്റിക്ക് കയ്യിൽ നിന്ന് ടിൻ്റാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വിചാരം കയ്യിലുള്ളതാണെന്നായിട്ട് ഞാനതെന്താക്കി ബ്ലഷ് പോലെ ലിപ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ബാക്കി കുറച്ചും കൂടെ വന്നപ്പോൾ അത് ഞാൻ എന്താക്കി ഐലിഡ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും. പിന്നെ ഇതുപോലെയൊക്കെ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യണം കേട്ടോ. അത് നല്ലൊരു ലിപ് ബാം ആവണേ. ആ ലിപ് ബാമെന്ന് പിന്നെ നിങ്ങൾ ലിപ്പിനെ സേവ് ചെയ്യാൻ വേറെ സാധനം വരേണ്ട അവസ്ഥ ഉണ്ടാക്കരുതേ. ഇത് കുറച്ച് ഇല്ലാത്ത പോലെ കളിച്ചിട്ട് കൂടുതലും രാത്രി എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറയണത്. അപ്പം ഞാൻ അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ജസ്റ്റ് നാളെ നോമ്പാണ്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് എന്താവും എന്നറിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് നാളെ നോമ്പ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ എന്താക്കണം, ആ ഒരു നോമ്പിൻ്റെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഷോപ്പിങ്ങിന് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്കും വരണം ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. എനിക്കിനി അങ്ങോട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് അങ്ങോട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 1 മാസം വരെ എൻ്റെ എക്സാം നീണ്ടു നിൽക്കും കേട്ടോ. അതാണ് പ്രശ്നം. അപ്പോൾ
എന്താവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ എനിക്ക് കഴിയുന്ന പോലെ എൻ്റെ റമളാൻ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കേണ്ടി കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ ബാക്കി ഫ്രീ ടൈം ഉണ്ടാകുന്ന സമയം എനിക്ക് ഇങ്ങനെ ഹിജാബ് ഇട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബട്ട് എന്താണ് എനിക്ക് ഹിജാബ് കുത്താൻ വല്ലാണ്ട് അറിയില്ല. പക്ഷേ ഈ ഒരു ജേഴ്സി ഹിജാബ് അതെ അത് എന്താണ് ഇങ്ങനത്തെ ഇതിനെയൊക്കെ ഭയങ്കര നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുത്തിയത് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ പോയത്. അപ്പോൾ എന്താണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് പോയി. സാധാരണ ഇങ്ങനെ കുത്തുമ്പോൾ ഇതിൻ്റെ മുഖത്തിന് കാണാൻ രസമൊന്നും ഉണ്ടാവലില്ല കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ അപാരതയാണ് കാണിക്കണത്. favorite outfit, okay guys, make me look like a cutie patootie. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ മാർക്കറ്റിലെത്തിയിട്ട് അവിടുന്ന് എൻ്റെ ദൈവമേ എന്ത് തിരക്കാണ്, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അവിടെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഒരുപാട് മുട്ടയൊക്കെ വാങ്ങിച്ചു, മുട്ടയും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഉപ്പ് ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ തിന്ന് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റൊക്കെ പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളാരും ആവർത്തിക്കരുത് കേട്ടോ, ഇതത്ര സേഫല്ല. അപ്പോൾ എന്താ ഞാൻ പറയാം. ഓക്കെ, പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കണ്ണൂരേക്ക് അറിയായിരിക്കും ഇവിടെയൊക്കെ ഏരിയാസ് അല്ലേ, കുറച്ചൊക്കെ ഫേമസ് തന്നെയാണ്. ഇവിടുന്ന് പിന്നെ ഒരുപാട് പൊടികളായിരുന്നു വാങ്ങാനുണ്ടെങ്കിൽ ഉണ്ടായത്. ചിക്കൻ മസാല, മീറ്റ് മസാല, പിന്നെന്താണ് ബീഫ് മസാല, ബീഫ് മസാല അയക്കറിയില്ല, പിന്നെന്താണ് മുളക് പൊടി നമ്മൾ നേരത്തെ വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല വാങ്ങാം. പിന്നെ ഞങ്ങൾ വേണ്ട എല്ലാ സാധനങ്ങളും അങ്ങനെ എടുത്തു. എന്താ പറയുക, പച്ചക്കറീസൊക്കെ മുമ്പ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. ബട്ട് എന്താ പറയുക, ഞാനിങ്ങനെ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നില്ലേ, അതിന് വലിയൊരു ഇതല്ലേ. അപ്പോൾ എന്താണ് ഞങ്ങോട്ട് എക്സാമാണ്, 1 മാസം വരെ നീണ്ടു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എല്ലാവരും വിഷ് മീ ലക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, ബൈ. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഈ ഒരു സ്കെച്ച് ബുക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് വെറുതെ ജേർണൽ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്.